അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അപ്സ്റ്റോക്സ് അക്കൗണ്ടിനകത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ എന്തെല്ലാമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക എന്നിട്ട് അവസാനം വരെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ക്രോമിൽ പോയി അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എൻ്റർ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്പർ അടിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നമ്മുടെ നമ്പർ കൺഫേം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നതായിരിക്കും. എന്നിട്ട് അവിടെ നമ്മൾ ഗെറ്റ് OTP കൊടുക്കുക. അവിടെ ഗെറ്റ് OTPന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്നതായിരിക്കും. അതവിടെ എൻട്രി കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ വെക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കൊന്നെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ജിമെയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ടിന്യൂ വിത്ത് ജിമെയിലോ അല്ലെങ്കിൽ ഗൂഗിളോ ചെയ്യുക. ഞാൻ ഇവിടെ ഇമെയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് വെരിഫൈ വിത്ത് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജിമെയിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. അതവിടെ കറക്റ്റായിട്ട് എൻട്രി കൊടുക്കുക. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കാം, അല്ലെങ്കിൽ മാരിഡ് ആണെങ്കിൽ മാരിഡ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കുക, അല്ലെങ്കിൽ മാരിഡ് കൊടുക്കുക. നമ്മൾ ട്രേഡിങ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എത്ര വർഷമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നെങ്കിൽ ലെസ് ദാൻ 1 ഇയർ കൊടുക്കുക. ഒക്യുപ്പേഷൻ ചോദിക്കുന്നത് നിങ്ങളുടെ ജോലി എന്താണോ, സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക. നിങ്ങൾ എന്താ ചെയ്യുക. നമ്മുടെ ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് ഏതാണോ അതുപോലെ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ വെക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു ഡിക്ലറേഷൻ വരുന്നുണ്ട്. അപ്പം ഇത് നമ്മളെല്ലാം വായിച്ച് നോക്കിയിട്ട് നമുക്ക് കണ്ടിന്യൂ ഇവിടെ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പേജിലോട്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. ആ പേജിൽ നമുക്ക് പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ പാൻ നമ്പർ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട്. അതിൽ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴെ നമ്മുടെ പാനകത്തുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ വേണം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അതിനെ കണ്ടിന്യൂ എടുക്കുക. അത് നമുക്ക് വെരിഫൈ യൂസിങ് പാൻ കാർഡ് വിത്ത് ഡിജിലോക്കർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷെയർ വിത്ത് ഡിജിലോക്കർ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്സ്റ്റോക്ക് ഡിജിലോക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നമ്മുടെ ആധാർ കാർഡ് പിന്നെ ആ ക്യാപ്ച കോഡ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് നമ്മുടെ ആധാർ കാർഡിൽ ലിങ്കായ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. അതവിടെ എൻട്രി ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ വെക്കുക. പിന്നീട് നമ്മൾ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ചോദിക്കുന്നതായിരിക്കും. ആ പിന്ന് അറിയത്തില്ലെങ്കിൽ നമുക്കവിടെ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് ആ പിന്ന് അറിയാമെങ്കിൽ നമുക്ക് ആ 6 ഡിജിറ്റ് പിൻ അടിച്ചു കൊടുത്ത് നമുക്ക് പിന്നീട് കണ്ടിന്യൂ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവർ കൊടുക്കുക, അറിയാത്തൊരു ഫോർഗോട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അവിടെ 2 ചെക്ക് ബോക്സ് ഉണ്ട്. അത് രണ്ടും ടിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിനൈ അലോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് അലോ ആണ് ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പം സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു ബോക്സാണിത്. അത് അലോ ചെയ്തതിന് കൊടുത്തതിന് ശേഷം അതിനുശേഷം നമുക്ക് യുവർ ഡിജിലോക്കർ അക്കൗണ്ട് നൗ കണക്ട് ടു യുവർ അപ്സ്റ്റോക്സ് എന്ന് വരുന്നുണ്ട്. അത് പ്രൊസീഡ് കൊടുക്കാം. അത് പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിനകത്ത് എൻ്റർ യുവർ ഫാദർ ഫുൾ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ ഫുൾ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ സെൽഫി ചോദിക്കുന്നുണ്ട്. നമ്മളൊരു വെട്ട ഉള്ളിടത്ത് നിന്ന് നമ്മുടെ വെബ് ക്യാമറ ഓപ്പൺ ആക്കിയാണ് നമ്മളിവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നത്. നമ്മൾ ആ ഫോട്ടോ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യണം. നമുക്ക് 2 രീതിയിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. വെരിഫൈ വിത്ത് UPI ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് മാനുവലി ഉണ്ട്. വെരിഫൈ വിത്ത് UPI ആണെങ്കിൽ സ്വല്പം എളുപ്പമായിരിക്കും. അതാണ് ഇവിടെ ഫാസ്റ്റർ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെരിഫൈ വിത്ത് UPI ആണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് താഴെ കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ചോദിക്കുന്നുണ്ട് ഓപ്പൺ വിത്ത് ഏത് പേ വഴിയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫോണിനകത്തുള്ളത് അതവിടെ ഓപ്പൺ ചെയ്യുക. എനിക്കവിടെ GPay ആണുള്ളത്. അവിടെ GPay ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ നമ്മുടെ നിന്ന് പോകുന്നതായിരിക്കും. പിന്നീട് 2-3 ദിവസത്തിന് ശേഷം നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ആ 1 രൂപ പോകുന്നത് വെച്ചിട്ട് നമ്മുടെ ബാങ്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വെരിഫൈ എന്ന് എഴുതി കാണിക്കുന്നതായിരിക്കും. നമുക്കിവിടെ അതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് താഴത്തെ ചെക്ക് ബോക്സ് ഇല്ലെങ്കിൽ നമുക്ക് ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് വിടാം. അതിനുശേഷം അവിടെ സബ്മിറ്റ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചറാണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇതിലും പേപ്പറിനകത്ത് നമ്മുടെ സൈൻ ഇട്ടിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മുടെ സിഗ്നേച്ചർ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യുക. ഞാൻ ഇവിടെ ഡ്രോ സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. നമുക്ക് അവിടെ നമ്മുടെ കൈ കൊണ്ട് അതിൻ്റെ സ്ക്രീനിൽ ഒപ്പിട്ട് കണ്ടിന്യൂ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ആക്റ്റീവ് ഓൾ ഫോർ ഫ്രീ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ
ആക്റ്റീവ് ഓൾ ഫോർ ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. അവിടെ നമ്മൾ കണ്ടിന്യൂ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ഇൻട്രസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്തില്ല, പിന്നെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഒന്നുകൂടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് ലെറ്റർ വരുന്നുണ്ട്. നമുക്കിവിടെ കണ്ടിന്യൂ കൊടുക്കാം. ഇതിനിവിടെ ഷെയർ ഫൈനാൻഷ്യൽ ഡാറ്റ വിത്ത് അപ്സ്റ്റോക്സ് നോക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേരിലോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് പല അക്കൗണ്ട് ലിങ്ക് ആണെങ്കിൽ അവിടെ ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒറ്റ എനിക്ക് കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക് സെലക്ട് ആണ്, നമ്മളത് സെലക്ട് ചെയ്ത് താഴെ ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഡൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു പേജിലോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്രൂവ് ഡാറ്റ ഷെയറിങ്, അതായത് നമ്മൾ എന്തിനാണ് നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്കിവിടെ വായിച്ച് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അപ്രൂവ് ഡാറ്റ ഷെയറിങ് കൊടുക്കാം. നമ്മുടെ അപ്രൂവ് ഡാറ്റ ഷെയറിങ് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ വരുന്നുണ്ട്, കണ്ടിന്യൂ ഞെക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ആഡ് നോമിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോമിനി ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പിന്നെ വന്ന് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായ OPT ഇന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ നോമിനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നോമിനിയുടെ ഫസ്റ്റ് നെയിം, നോമിനി ലാസ്റ്റ് നെയിം, റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഏത് നോമിനാണ് ആഡ് ചെയ്യേണ്ടത് അത് അവരുടെ അവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറയുന്നത് പിന്നെ ആയാലും ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സൈൻ ആപ്ലിക്കേഷൻ പറഞ്ഞൊരു ഒരു പേജിലോട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ നമുക്ക് സൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ 2 ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അടിച്ചു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആധാർ കാർഡിലുള്ള നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് താഴെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഗെറ്റ് OTP കൊടുക്കാം. നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് നമ്മുടെ OTP വരുന്നതായിരിക്കും, അതിവിടെ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റ് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം വിത്തിൻ 2-3 ഡേയ്സിൽ നമുക്കത് അപ്രൂവൽ ആവുന്നതായിരിക്കും. അത് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് അപ്രൂവൽ ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് പ്ലേ സ്റ്റോറിൽ പോയി അപ്സ്റ്റോക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്.